ഒരുപാട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. തൈര് എങ്ങനെ നല്ല തിക്കായിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം എന്നുള്ളത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നല്ല തിക്ക് തൈര് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പാല്. പാല് കാച്ചിയ ശേഷം അത് ചൂടാറാനായിട്ട് വെക്കുക. ചെറിയ ചൂട് വേണം. ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും, എന്നാലും ചെറിയ ചെറിയ ടിപ്സുകളുണ്ട് നല്ല തിക്ക് തൈര് കിട്ടാനായിട്ട്. അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പാല് ചൂടാറിയ ശേഷം നല്ല ഒരു ലൂക്കോമിനേക്കാളും കുറച്ചും കൂടെ ചൂടുള്ള പരുവത്തിലാണ് ഞാൻ ഉറയൊഴിക്കാറ്. പിന്നെ പാല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല പാൽ ഉപയോഗിക്കുക. ഒത്തിരി വാട്ടർ കണ്ടന്റ് ഉള്ള പാലാണെങ്കിൽ നമ്മൾ കാച്ചുമ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇട്ട് ബോയിൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് പോവും. അതിനുശേഷം ഉപയോഗിക്കുവാണെങ്കിലും തിക്ക് കേർഡ് കിട്ടും. അടുത്ത മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രം. ആ പാത്രം എപ്പോഴും സ്റ്റീല് അല്ലെങ്കിൽ അലൂമിനിയം, പ്ലാസ്റ്റിക് ഒക്കെ ഉറയൊഴിക്കാൻ ഉപയോഗിക്കാതിരിക്കുക. അതാണ് നല്ലത്. എപ്പോഴും ഗ്ലാസ് വെയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചട്ടിയുടെ ഏർത്തൻ വെയർ പോട്ടുകൾ ഉപയോഗിക്കാം. സെറാമിക് പോട്ട്, ഇതേപോലെയുള്ള സെറാമിക് പോട്ടുകൾ ഉപയോഗിക്കാം. അങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തൈര് നല്ലതായിട്ട് കിട്ടും. മൺചട്ടിയിലൊക്കെ നമ്മൾ തൈര് ഉറയൊഴിക്കുകയാണെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെയറാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്താണ് ഉറയൊഴിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള തൈര്, അതിൽ 1 ടീസ്പൂൺ തൈരിനെ അതിനകത്തേക്ക് ഒഴിക്കുക. 1 ലിറ്റർ പാലിനാണ്. തൈര് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ഒഴിക്കാം. ഇതിനകത്ത് കുറച്ച് പാടയൊക്കെ ഉണ്ട്. പാട മൊത്തം ഞാൻ കളയുന്നില്ല. നമുക്ക് തൈരായി കഴിയുമ്പോൾ വേണേലും അത് എടുക്കാം, അല്ലെങ്കിൽ അരിച്ചിട്ട് വേണേലും ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ചെറിയ ചൂട് വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടും ചൂടില്ലാത്ത പാലാണെങ്കിൽ എപ്പോഴും ഇന്ന് ചെറുതായിട്ട് ചൂടാക്കുക. ചൂടാക്കിയ ശേഷം ഉറയൊഴിക്കുക. അതേപോലെ ഒരുപാട് തൈര് നമ്മൾ ഉറയൊഴിക്കാനായിട്ട് ഒരുപാട് തൈര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തൈര് മതി. ഒരു ലിറ്റർ പാലിന് നമുക്ക് 1 ടീസ്പൂണൊക്കെ തൈര് മതിയാവും. ഇത് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ വെറുതെ അടച്ചാൽ മതി. എയർടൈറ്റായിട്ട് നമ്മൾ വെക്കത്തില്ല ഉറയൊഴിക്കാനായിട്ട്. എപ്പോഴും ഇങ്ങനെ ലൂസായിട്ട് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് ഒരു 5 to 6 hours ഇത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഉറയൊഴിച്ചേക്കുന്നത് ഒരു 5 to 6 hours എടുക്കും സെറ്റ് ആവാനായിട്ട്. സമയം ലൈക്ക് രാത്രിയിൽ ഉറയൊഴിക്കുന്നെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ടുള്ള തൈര് കിട്ടും. ഞാൻ ഓൾറെഡി ഉറയൊഴിച്ച് വെച്ച തൈരാണ് കാണിക്കുന്നത്. അപ്പോൾ വൺസ് തൈരായി കഴിയുമ്പോൾ നമുക്ക് നല്ല എയർടൈറ്റായിട്ട് അടച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല. വേണ്ട, നല്ല തിക്കായിട്ട് തൈര് ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതേപോലെ നമുക്ക് വീട്ടിൽ തിക്കായിട്ട് സെറ്റായിട്ടുള്ള കേട് ഉണ്ടാക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന പാത്രം ശ്രദ്ധിക്കുക, പിന്നെ പാലിൻ്റെ ചൂട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.